ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. സോ ഇന്നത്തെ സെക്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് ചിൽഡ്രൻ പ്രോപ്സ് എന്നാണ്. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രോപ്സിന്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തായിരുന്നു. അത് ആക്ച്വലി എന്ന് പറയുന്നത് നമ്മൾ ആട്രിബ്യൂട്ട് പ്രോപ്സ് എന്നായിരിക്കും പറയുന്നത്. അതായത് നമ്മൾ കസ്റ്റം കോമ്പോണന്റിനകത്ത് നമ്മൾ കസ്റ്റം ആട്രിബ്യൂട്ട്സിനകത്ത് വാല്യൂ നമ്മൾ ഡേറ്റ പാസ് ചെയ്ത് കൊടുക്കും. സോ അത് ഒരു ആട്രിബ്യൂട്ട് പ്രോപ്സ് എന്ന് പറയും. സോ ചിൽഡ്രൻ പ്രോപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ header.js ഫയലിനകത്ത് ഞാൻ പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് സെക്ഷനകത്ത് ഒരു h2 ടാഗിനകത്ത് ടാബ്സ് എന്ന് പറഞ്ഞൊരു ലേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെനുവിനകത്ത് ഞാനൊരു ലൈൻ ഐറ്റംസിനകത്ത് ബട്ടൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ബട്ടൺ എനിക്ക് ഇത് വേണമെങ്കിൽ എനിക്ക് മൂന്നാലെണ്ണം ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തങ്ങ് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഈ ഒരു സംഭവം ഈ ബട്ടൺ എന്ന് പറയുന്ന എലിമെന്റിനെ ഞാൻ ഒരു പുതിയൊരു കോമ്പോണന്റിനകത്തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാനിത് ഇവിടെ കോമ്പോണൻസിനകത്ത് തന്നെ ഒരു പുതിയൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ടാബ് ബട്ടൺ ഡോട്ട് ജെഎസ്. ഓക്കെ, ടാബ് ബട്ടൺ ഡോട്ട് ജെഎസിനകത്ത് ഞാൻ ഇതിനെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ എക്സ്പോർട്ട് ഡീഫോൾട്ട് ഫങ്ഷൻ ടാബ് ബട്ടൺ പറയുന്ന ഒരു റിട്ടേൺ റിട്ടേണിനകത്ത് ഞാനിങ്ങനെ ബട്ടൺ. ഓക്കെ, സോ ബട്ടൺ എലിമെന്റ് ആയിട്ടായിരിക്കും ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. സോ ഇതൊരു പുതിയൊരു കോമ്പോണന്റ് ആണ്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യും, മെനുവിന്റെ താഴെ തന്നെ ഞാനിവിടെ ടാബ് ബട്ടൺ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ ഇതിൽ ഓട്ടോ ഫില്ല് തരും. അപ്പൊ ഇതിനകത്ത് ടാബ് ബട്ടൺ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇമ്പോർട്ടിന്റെ സംഭവം വരും. ഓക്കെ, ഞാനിവിടെ ടാബ് ബട്ടൺ ഇട്ടിട്ട് ഇങ്ങനെ ഇടും. സോ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ടാബ് ബട്ടൺ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനു മുമ്പേ ഇവിടെ ഒരു ലേബൽ കൊടുക്കാം. ഓക്കെ, ഓക്കെ, ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നിട്ടുണ്ട് ഇവിടെ. എനിക്ക് ഇവിടെ ബട്ടന്റെ ലേബിൾ, ഓക്കെ, ബട്ടന്റെ ലേബിൾ ഞാൻ ഇവിടെ ടെസ്റ്റിങ്ങിന് ഇവിടെ കൊടുക്കുന്നതിന് പകരം ഞാൻ ഇവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ടാബ് ബട്ടൺ, സാധാരണ നമ്മൾ ബട്ടൺ ടാഗിന്റെ നടുക്കിൽ നമ്മൾ ഒരു ലേബിൾ പറഞ്ഞു കൊടുക്കും. അതേപോലെ എനിക്ക് ഇവിടെയും ലേബിൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്ന ടാബ് ബട്ടൺ, ഇവിടെ ഞാൻ ടാബ് ബട്ടൺ ഇടുക. ഇവിടെ ഞാൻ ഇവിടെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ലേബിൾ ഞാൻ ഇതിന്റെ നടുക്ക് ഇട്ടിരിക്കുകയാണ്. Expected corresponding JSX closing tag. Button. Oh, okay. Yeah. Okay. സോ ഇങ്ങനെ ഒരു ബട്ടൺ ഞാൻ ഇവിടെ ഇട്ടെന്ന് ചോദിച്ചു. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ലേബിൾ ഞാൻ ഇങ്ങനെ കൊടുത്തെന്ന് ചോദിച്ചു. ഇങ്ങനെ കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇവിടെ മാറിയിട്ടില്ല. സോ ഇവിടെ സേവ് ചെയ്തിട്ടില്ല. ഇവിടെ സേവ് ചെയ്യുമ്പോൾ ഇവിടെ ലേബിൾ നമുക്ക് ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, സോ നമ്മൾ ഇവിടെ നടുക്ക് ഇവിടെ ഒരു കസ്റ്റം കോമ്പോണന്റിന്റെ നടുക്ക് നമ്മളൊരു ലേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അത് ഈ കോമ്പോണന്റിനകത്ത് റിഫ്ലക്ട് ചെയ്തില്ല. കാരണം ഇവിടെ നമ്മളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ലേബിള് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ചിൽഡ്രൻ ആയിട്ടാണ് എടുക്കുന്നത്. നമ്മളിവിടെ പ്രോപ്സ് ഇവിടെ ആഡ് ചെയ്യുന്ന പോലെ
നമ്മളിവിടെ പ്രോപ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലേബല് നമുക്ക് ഇവിടെ ബട്ടണിനകത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യും? നമ്മളിവിടെ പ്രോപ്സ് ഡോട്ട് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, പ്രോപ്സ് ഡോട്ട് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഇതാണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്രോപ്സിനകത്തുള്ള ഒരു ഡീഫോൾട്ട് പ്രോപ്പർട്ടിയാണ്, ഇൻബിൽഡ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ നമ്മളിവിടെ കസ്റ്റം കോമ്പോണന്റിനകത്ത്, അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് ടാഗും ക്ലോസിംഗ് ടാഗിന്റെ ഇടയിൽ നമ്മൾ വാല്യൂ വല്ലതും ഉണ്ടെങ്കിൽ ആ വാല്യൂ അത് ചിൽഡ്രൻ ആയിട്ടായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എനിക്കിത് ഇവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ചിൽഡ്രനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും പ്രോപ്സ് മാറ്റിയിട്ട് ചിൽഡ്രൻ ആക്കുക. അപ്പൊ അങ്ങനെ വന്നാലും ഓക്കെ, ചിൽഡ്രൻ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, അതായത് കേളി ബ്രേസ് കൊടുക്കണം. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇനി അല്ല നമുക്ക് ഇത് വേണ്ട, നമുക്ക് ചിൽഡ്രൻ വേണ്ട, അല്ലാതെ നമുക്ക് ആട്രിബ്യൂട്ട് ആയിട്ട് കൊടുക്കാനാണ് വേണമെങ്കിൽ, ആട്രിബ്യൂട്ട് പ്രോപ്സ് ആയിട്ടാണ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ലേബൽ ഈക്വൽ ടു ടെസ്റ്റിംഗ് ഫ്രം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യും? ഇവിടെ ചിൽഡ്രൻ മാറ്റിയിട്ട് ഞാനിവിടെ ലേബൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇടുന്നു. ഇവിടെയും ലേബൽ ടെസ്റ്റിംഗ് ഫ്രം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു. സോ ഇതാണ് നമ്മൾ ചിൽഡ്രൻ പ്രോപ്സ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ചിൽഡ്രൻ പ്രോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റം കോമ്പോണന്റ് സ്റ്റാർട്ടിങ്ങും ക്ലോസിംഗ് ടാഗും അതിന്റെ ഇടയിലുള്ള വാല്യൂസിനെ നമ്മളത് ചിൽഡ്രൻ പ്രോപ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ പ്രോപ്സ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? നമ്മളിവിടെ ഇത് മാറ്റിയിട്ട് ചിൽഡ്രൻ അല്ലെങ്കിൽ പ്രോപ്സ് ഡോട്ട് ചിൽഡ്രൻ എന്ന് പറഞ്ഞു ഇടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചിൽഡ്രൻ പ്രോപ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്, ഇതും നോക്കണം. ഓക്കെ.